കർമ്മമുളപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിലമ്പൂർ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന് നിങ്ങളെല്ലാവരും വാർത്ത കണ്ടിരിക്കുമല്ലോ. വളരെ സങ്കീർണമായ ഒരു സമസ്യയ്ക്കാണ് ഇന്ന് ഉത്തരം കിട്ടിയിരിക്കുന്നത്. വളരെ സങ്കീർണമായ ഒരു സമസ്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും കാലം CPM കൊണ്ടുവന്ന സ്വതന്ത്രരെല്ലാവരും അവർ വിശ്വസ്തരായിരുന്നു, അല്ലെങ്കിൽ വിശ്വസ്തരായവർ മാത്രമേ അവർ സ്വതന്ത്രരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. PV അൻവറും 2 ടൈം വളരെ വിശ്വസ്തനായിട്ട് തന്നെ നിന്നെങ്കിലും ഇനി ഇടതുമുന്നണിയിൽ സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഇടതുമുന്നണി വിടാൻ നിർബന്ധിതനാവുകയായിരുന്നു ശ്രീ PV അൻവർ. പിണറായി നല്ലവണ്ണം വിമർശിച്ചു. ബാപ്പ എന്ന് വിളിച്ച പിണറായിയെ ഇനി പറയാനൊന്നും വെച്ചിട്ടില്ല. അദ്ദേഹമായിട്ട് സമവായത്തിന് നല്ലവണ്ണം ചർച്ച ചെയ്ത് നോക്കി. പിണറായി ഒരു കാര്യത്തിന് അടുക്കുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹവും ഒരു ആവേശവും ഒരു ആകാംക്ഷയും ഉണ്ടാക്കിയ കാര്യം ഈ PV അൻവർ എന്ന് പറയുന്ന ആള് എന്താണ്, എങ്ങനെയാണ്, കടിക്കോ തിന്നോ പായോ ആർക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വരെ ടെൻഷൻ ഉണ്ടായിരുന്നു ഈ ഇവിടുത്തെ ബലം എങ്ങനെ മാറി മറിയുമെന്ന്, അൻവറിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണ്, കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ട വളരെ സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉടമയാണ് അദ്ദേഹം. വ്യക്തിപ്രഭാവം, പാർട്ടിക്ക് അതീതമായിട്ടുള്ള വ്യക്തിപ്രഭാവങ്ങളും വ്യക്തിബന്ധങ്ങളും പലയിടത്തും ഉണ്ടായിരുന്നൊരു നേതാവാണ് ശ്രീ PV അൻവർ, പുതിയ വീട്ടിലായിരുന്നു. അപ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു പുള്ളിക്കാരൻ്റെ രാജിവയ്പ്. പിന്നീട് ഇലക്ഷൻ വേണ്ടാന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇലക്ഷൻ വേണമെന്ന് നിർബന്ധിച്ചത്. അങ്ങനെ പുള്ളിക്കാരൻ UDFന്റെ ഒരു ഭാഗമാകാമെന്ന് തീരുമാനിച്ചു. ആദ്യം DMKയുടെ അടുത്ത് പോയി തമിഴ്നാട്ടിൽ, പിന്നീട് തൃണമൂലിൻ്റെ അടുത്ത് പോയി. അവസാനം തൃണമൂലുകാർ അവർക്ക് ചിഹ്നം അനുവദിച്ചെങ്കിലും ആ ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റിയില്ല, തള്ളിപ്പോയി. അങ്ങനെ സ്വതന്ത്രനായിട്ട് പാർട്ടി സ്വതന്ത്രനായിട്ട് വീണ്ടും മത്സരിക്കേണ്ട ഒരു ഗതികേടാണ് ശ്രീ PV അൻവറിനുണ്ടായത്. ആ സമയത്ത് രാഷ്ട്രീയ പണ്ഡിറ്റുകളെല്ലാം 5000 തൊട്ട് 10000 വരെ വോട്ടാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത്. കേരളത്തിൽ നിങ്ങൾക്കറിയാം, വലിയ മുന്നണികളിൽ നിൽക്കുന്ന പാർട്ടികൾ CPI ആയാലും BDJS ആയാലും ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരു പഞ്ചായത്തിൽ എത്ര വോട്ട് പിടിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. ഇന്നുവരെ അവരത് പരീക്ഷിച്ച് നോക്കിയിട്ടുമില്ല. അങ്ങനെ ഉള്ളപ്പോഴത്തേക്കാണ് PV അൻവർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി, ഒരു ഒറ്റയാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ, പാർട്ടി സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിക്കുകയും CPMന്റെ സ്വരാജിനെക്കാളും വളരെ മുന്നോട്ട് പോവുകയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വോട്ട് വളരെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഏകദേശം 20,000 അടുത്ത വോട്ട് പുള്ളിക്കാരന് സ്വന്തമായിട്ട് പിടിക്കാൻ സാധിക്കുകയുണ്ടായി. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിയമസഭാ മണ്ഡലത്തിൽ 20,000 തനത് വോട്ട്, സ്വന്തം വോട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ അധ്വാനം എത്ര ഉണ്ടാവും, പൈസ ചെലവ് എത്ര ഉണ്ടാവും, ശ്രമം എത്ര ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഊഹിക്കാന്നുള്ളേ ഉള്ളൂ. എന്നിട്ടും 20,000 വോട്ട് പിടിച്ച ഒരാളെ പേനാക്കത്തി മടക്കും പോലെ മടക്കി പോക്കറ്റിൽ ഇടാൻ സതീശനെ പോലുള്ള ഒരാൾക്ക് ഒരിക്കലും കഴിയില്ല. അദ്ദേഹത്തിന് കോൺഗ്രസ് വഴി കൊട്ടിയടച്ചു. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിത ശത്രുവായ ഷൗക്കത്തിനെ അദ്ദേഹത്തിന് പകരോടെ മത്സരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ ജോയി എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ നിഷ്കരണം തള്ളി. ഇതൊക്കെ ചെയ്തിട്ടും പലരും അൻവറിനെ 10,000 താഴെ വോട്ട്, 5,000 വോട്ടെന്ന് പറഞ്ഞ് പലരും എഴുതി തള്ളി. ഇപ്പോൾ UDFന് മനസ്സിലായി, അൻവർ ഇല്ലാതെ നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉണ്ടായ ഒരു വോട്ടിങ്ങും കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ കുറേ വോട്ട് അവിടെ ചോർന്നു പോയി. ഈ പിണറായിസത്തോടുള്ള, ഈ ഭരണത്തോടുള്ള വെറുപ്പും നിഷേധാത്മകമായ വോട്ടാണ് ശ്രീ ആര്യാടൻ്റെ മകന് കിട്ടിയത്. അത് ആ വോട്ടിൻ്റെ ഭൂരിപക്ഷം, 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം മലപ്പുറം പോലുള്ളൊരു ജില്ലയിലെ ഒരു മണ്ഡലത്തിൽ വലിയൊരു ഭൂരിപക്ഷമൊന്നുമല്ല. ആ ഒന്നുകൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഭൂരിപക്ഷം ഇനിയും കുറയ്ക്കാൻ, 5,000 താഴെയാക്കാൻ ശ്രീ PV അൻവറിന് സാധിക്കുമായിരുന്നു. അത് അടുത്ത തവണ PV അൻവർ സ്ട്രാറ്റജിക്കായിട്ട് ആരെങ്കിലും പിന്തുണച്ചു കഴിഞ്ഞാൽ, ഈ വോട്ട് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നറിയത്തില്ല. കാര്യം UDFനെ മനസ്സിലാക്കണം, LDFിൽ നിന്ന് CPMൽ നിന്ന് വന്ന പലരും CPIയിൽ ചേക്കേറിയിട്ടുണ്ട്. അവർക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പം CPIയിലോട്ട് ഇദ്ദേഹം എന്തായാലും പോകുമെന്ന് ചിന്തിക്കാൻ വയ്യ.
സതീശൻ ഉള്ളിടത്തോളം കാലം പുള്ളിക്കാരൻ കോൺഗ്രസിനകത്ത് വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയും നമുക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ലോജിക്കലായിട്ട് യുക്തിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചേർന്ന് പ്രവർത്തിച്ച് ആർക്കെങ്കിലും ഗുണമുണ്ടാകുന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ഡലം, ഒരു സ്പേസ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ട് വളരെ ഊഷ്മളമായിട്ടൊരു ബന്ധം അദ്ദേഹം പുലർത്തുന്നുണ്ട്. കോൺഗ്രസ് എടുക്കാത്ത സാഹചര്യത്തിൽ പി വി അൻവറിനെ വിട്ടുകളഞ്ഞാൽ അത് ലീഗിന് നഷ്ടമാണ്. അത് ഈ ഒരു മണ്ഡലത്തിലല്ല, മലപ്പുറം ജില്ലയിലെ 10-20ഓളം മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്ന് നമുക്ക് കഴിഞ്ഞ ചേലക്കര ഇലക്ഷന് പുള്ളിക്കാരൊരു സ്ഥാനാർത്ഥിയത്തെ 2000 ജില്ലാന വോട്ടോടെ പിടിച്ചു. ചേലക്കര പോലുള്ളൊരു മണ്ഡലത്തിൽ പോലും അങ്ങനെ ഒരു മൂവ്മെന്റിന് സാധ്യത ഉണ്ടെന്നിരിക്കെ അടുത്ത ഇലക്ഷന് മാർക്സിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ നോക്കേണ്ടത് കോൺഗ്രസിന്റെയും UDFന്റെയും പ്രത്യേകിച്ച് ലീഗിന്റെയും കൂടെ ഒരു ആവശ്യമാണ്. കാര്യം 2 ടൈം അവർ അധികാരമില്ലാതിരുന്നു. ഇനി ഒരു ടൈം കൂടെ അവർക്ക് അധികാരമില്ലാതെ തുടരാൻ സാധിക്കില്ല. അതുകൊണ്ട് പി വി അൻവറിനെ എത്രയും പെട്ടെന്ന് ലീഗിന്റെ ഭാഗമാക്കാൻ ലീഗിന്റെ ഭാഗത്തുനിന്നും പി വി അൻവറിന്റെ ഭാഗത്തുനിന്നും UDFന്റെ ഭാഗത്തുനിന്നും ഈവൻ സതീശന്റെ ഭാഗത്തുനിന്ന് പോലും ശ്രമം ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നന്ദി, നമസ്കാരം.